ഇവിടെ പ്രൊഫസർ ജോസഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർക്കുന്നൊരു വാക്യം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയപ്പോൾ കേരളത്തിലാകെ ഒരു പ്രതിഷേധം ഉണ്ടായത് കോഴിക്കോട്ടാണ്. അത് ഞങ്ങൾ നടത്തിയതാണ്, മതേതര സമാജം. അന്ന് കേരളത്തിൻ്റെ ലജ്ജാപ്രകടനം എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ കരിങ്കടിയൊക്കെ പിടിച്ച് ജോസഫ് പറഞ്ഞതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, പുസ്തകത്തിൽ പറയുന്നുണ്ടത്, ഞാൻ മാത്രമല്ല ഇര, ആ കൈ വെട്ടിയവനും ഇരയാണ്. അവർക്ക് മാപ്പ് കൊടുക്കണമെന്നല്ല, അവരെ ശിക്ഷിക്കരുതെന്നല്ല, പക്ഷെ നമ്മളത് തിരിച്ചറിയണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ മതത്തെ വിമർശിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞാലും പ്രകോപനം ഉണ്ടാവും. ഇപ്പോൾ ഞാനൊന്നുമില്ല, ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു, എനിക്ക് സ്വർഗം വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, എന്തൊക്കെ ബളബ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ നരകത്ത് പോകാൻ വിട്ടൂടെ? ഞാൻ നിസ്കരിക്കുകയും നോൽപോൽക്കുകയും ചെയ്യാത്ത ഒരാളാണ്, ഞാൻ നരകത്ത് പോട്ടെ എന്ന് പറഞ്ഞാൽ അതിനും വിടുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇവരെപ്പോഴാണ് പ്രകോപിതരാകും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ നമ്മളെ ഭാഗത്ത് അതിൻ്റെ കരുതൽ വളരെ പ്രധാനമാണ്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാണ്, യുക്തി കൊണ്ട് ജീവിതം പൂർണ്ണമായി വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. കാരണം ജീവിതം യുക്തിഭദ്രമായൊരു സാധനമല്ല. യുക്തിവാദത്തിന് അതിൻ്റെ റോളിലുണ്ട്. ഇപ്പോൾ 2500 കൊല്ലം മുമ്പ് ബുദ്ധൻ പറയുന്ന കാലം തൊട്ട് അതുണ്ട്, അതിനു മുമ്പ് ചാർവാകന്മാർ തൊട്ട് അതുണ്ട്. കൂട്ടുകാരെ, ഇത് അലി മാഷിനെ ആദരിക്കാൻ വേണ്ടി NRC, അതായത് നോൺ റിലീജിയസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന MN കാരശ്ശേരി മാഷിനെ വിളിച്ചിട്ട് പ്രസംഗിപ്പിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. കുട്ടി ജനിക്കുമ്പോൾ തന്നെ കണ്ണില്ല. എന്താ യുക്തിയില്ല. പിന്നെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്ക് യുക്തിയില്ല. നിങ്ങൾക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത, എനിക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ സൗന്ദര്യം എന്നുള്ളൊരു മൂല്യം, അത് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. അല്ലെ സത്യം എന്നുള്ള മൂല്യം മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. പിന്നെ ദൈവം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് ഒരേ മട്ടിലാണോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ ഗാന്ധി ഒരിക്കൽ പറഞ്ഞത്, അത് എഴുതിയതാണ്, ദൈവം സത്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമാണ് ദൈവം. സത്യം വേണ്ടാത്ത ആളുണ്ടാവുമോ? ഉണ്ടായിട്ട് കാര്യമുണ്ടോ? സത്യം എന്നൊരു മൂല്യമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ, അല്ലെ സ്നേഹം എന്നൊരു മൂല്യം, അത് സാമാന്യ യുക്തി കൊണ്ട് വിശദീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഒന്നാണ് ത്യാഗം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് സാമാന്യമായ യുക്തിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അപകടം വരുന്ന സമയത്തും നിങ്ങൾ എന്തിനു സത്യം പറയണമെന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് എന്തെങ്കിലും പറ. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, നാസ്തികന്മാർ, സ്വതന്ത്ര ചിന്തകന്മാർ വിമർശനം ഉന്നയിക്കുമ്പോൾ ഞാൻ അടക്കമുള്ള ആളെ പറ്റി പറയുന്നത്, ഇത് എന്നെ മാറ്റി നിർത്തിയിട്ട് പറയുന്നതല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്നോടും കൂടിയാണ് പറയുന്നത്. ഇത് വളരെ ഇതിൻ്റെ രാഷ്ട്രീയമായ മാനം എന്താണ് എന്ന് എപ്പോഴും ആലോചിക്കണം. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. രവിചന്ദ്രൻ ഗാന്ധിയെ പറ്റി സംസാരിക്കുന്നു. അദ്ദേഹം പറയാണ്, മലബാർ കലാപത്തെ ന്യായീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പോരാളികളുടെ ധീരമായൊരു പ്രവൃത്തിയാണത് എന്ന് ഗാന്ധി അതിനെ പുകഴ്ത്തി. ഇറ്റ് വാസ് എ ബ്രേവ് ആക്ട് ഓഫ് അള്ളാഹ്സ് വാരിയേഴ്സ്. അദ്ദേഹത്തിൻ്റെ വെടിയേറ്റ വൻമരം എന്നുള്ള പ്രസംഗത്തിലൊരു വാക്യാണ് ഉദ്ധരിച്ച്. ഇത് പൂർണ്ണമായും അസത്യമാണ്. ഇത് എവിടെയാണിത് കണ്ടത് എന്ന് വെളിപ്പെടുത്തണം എന്ന് ഞാൻ ഒരു സംഭാഷണം പറഞ്ഞിട്ട് ഇതുവരെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം കോൺഗ്രസും ഗാന്ധിയും മുസ്ലിങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ? അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട്. അല്ല, രവിചന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത് നൗ വി ആർ ഗോയിങ് ലൈവ്, വി ആർ ലൈവ് ഓൺ യൂട്യൂബ് ഗൈസ്. ബൈ ദ വേ, ആദ്യമായിട്ട് ഞാനൊരു ടെസ്റ്റ്, ബ്രോഡ്കാസ്റ്റിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ടെസ്റ്റ് നടത്താണ്. വി ആർ ഗോയിങ് അറ്റ് 4K ലൈവ്. 4K ലൈവ്. എൻ്റെ CPU-ൻ്റെ പെർസെൻറ്റേജ് 95% എത്തിയിരിക്കുകയാണ്. എപ്പോൾ കത്തിപ്പോകുമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും വെൽക്കം ടു കൈബ്സ് കഫേ ഗൈസ്, ആൻഡ് ഐ ഹോപ്പ് യു വിൽ സ്റ്റേ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഷോ.
വി ആർ ബാക്ക്. സോ നമ്മൾ അതൊന്ന് പരിശോധിക്കണം. അപ്പം നമ്മൾ ഈ കാര്യം ഒരുപാട് പേര് ചെക്ക് ചെയ്തു. ഫാക്ട് ചെക്കിങ് ഒരു പട തന്നെ ഇതിൻ്റെ പിന്നിൽ ഇറങ്ങി. അങ്ങനെയാണെന്ന് നോക്കണമല്ലേ? രവിചന്ദ്രൻ അങ്ങനെ ഒരു കാര്യം പറയുമോ? അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. The Moplas are a brave, God-fearing people who are fighting for what they consider religion. ഇതാണ് ഗാന്ധി പറഞ്ഞത്. അതായത് മാപ്പിളമാർ ധൈര്യശാലികളും ദൈവഭയമുള്ളവരും അവർ പോരാടുന്നത് അവരുടെ മതത്തിന് വേണ്ടിയാണ് പോരാടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയല്ലേ രവിചന്ദ്രനും പറഞ്ഞത്? അപ്പം എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്തായിരിക്കും ഇതിൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. കാരശ്ശേരി മാഷിന് ഇത് വായിച്ചിട്ട് മനസ്സിലായില്ല. ആരെങ്കിലും ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരുന്നുവെങ്കിൽ, അന്ന് പുള്ളിക്ക് വിവർത്തനം ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ആ പ്രശ്നം, ആ സംശയം തീരാവുന്നതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം ഒരു മണ്ടനോ പൊട്ടനോ ഒന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളൊരു മോശക്കാരനൊന്നുമല്ല. ഭാഷാ പരിജ്ഞാനം, കാരണം ഗാന്ധി എഴുതിയത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് മനുലാൽ ഒരു ഫാക്ട് ചെക്ക് വീണ്ടും നടത്തി. എല്ലാവരും ഇടം വലം ഫാക്ട് ചെക്കോടുകൂടി ഫാക്ട് ചെക്കാണ്. കാരണം നമ്മളിതെല്ലാം കേട്ടോണ്ടിരിക്കുന്നവരല്ലേ. ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ ഷോ യു ദാറ്റ്. സുഹൃത്തുക്കളെ ഒരു സെക്കൻഡ്. ലൈവിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. സദയം ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളിത് കേള് ആ സമയം കൊണ്ട്. മലബാർ കലാപത്തെ കോൺഗ്രസും ഗാന്ധിയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മലബാറിൽ മുസ്ലിം ലീഗ് ഉണ്ടായത്. മുസ്ലിം ലീഗ് ഉണ്ടാകുന്ന 1937 കലാപം നടക്കുന്ന 21-22 കാലത്താണ്. അപ്പോൾ ഗാന്ധി അതിനെ ന്യായീകരിച്ചു എന്ന് കള്ളം പറയുന്നതിൽ എന്ത് യുക്തിചിന്തയാണ് പ്രവർത്തിക്കുന്നത്? അതിപ്പോൾ കാണിച്ചു തരാം. കാരശ്ശേരി മാഷിന് ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരശ്ശേരി മാഷിന് ക്ലാസ് എടുക്കാനും വേണ്ടി വളർന്നോ കൈപ്പള്ളി? അതിന് ഞാൻ എക്സ്പ്ലനേഷൻ തരാം. അതെ, ഇതാണ്. ഒരുപാട് കമൻറ്റുകൾ വന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. സെക്കൻഡ് വലുതാക്കി 4K ആകുമ്പോഴത്തേക്ക് കാണാമല്ലേ. ഇനിയിപ്പോൾ ഇത് കാണാൻ പറ്റുന്നില്ല എന്നാലും പറയരുത്. ഇതിൽ നമ്മുടെ ഒരു ഫ്രണ്ട് കൃത്യമായിട്ട് അതിനെ ഡീബങ്ക് ചെയ്തിട്ടുണ്ട്. മനുലാൽ, ഞാനത് ഷെയറും ചെയ്ത. ഐ ഡിഡ് എ ഫാക്ട് ചെക്ക് ആൻഡ് ഗാന്ധി ഡസ് പ്രൈസ് ദ മോപ്ലാസ്. ഞാനൊരു അതായത് ഇതിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ചപ്പോൾ ഗാന്ധി ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ മോപ്ലാസ് ബ്രേവറി ഇൻ റൈറ്റിംഗ്. അവരുടെ ഈവൻ ദോ ഹി ഡസ് നോട്ട് യൂസ് ദി എക്സാക്ട് പ്രൈസ് അള്ളാഹ്സ് വാരിയേഴ്സ്, അള്ളാഹുവിൻ്റെ പടയാളികൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും, ദിസ് ഇസ് ഫ്രം ദ കളക്റ്റഡ് വർക്ക്സ് ഓഫ് മഹാത്മാഗാന്ധി, പബ്ലിക്കേഷൻ ഡിവിഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, വോളിയം 21, August to December 1921, item 211, to the liberals, 27th November 1921. എന്താണ് പറഞ്ഞിരിക്കുന്നത്? Here is a relevant passage. But Mopla bravery must command admiration. മാപ്പിളമാരുടെ ധീരത പ്രശംസ അർഹിക്കുന്നു. These Malabaris are not fighting for the love of it. അവർ വെറുതെ, ഈ മലബാറികൾ വെറുതെ അല്ല പോരാടുന്നത്. അതിനോടുള്ള ഇഷ്ടം കൊണ്ട്, ഈ പോരാട്ടത്തിനോടുള്ള ഭ്രമം കൊണ്ട് ചെയ്യുന്നതല്ല. ദേ ആർ ഫൈറ്റിംഗ് ഫോർ വാട്ട് ദേ കൺസിഡർ ഇസ് ദിയർ റിലിജൻ. അവർ പോരാടുന്നത്, അവർ എന്താണോ ധർമ്മം എന്ന് കരുതുന്നത്, ആ ധർമ്മത്തിന് വേണ്ടിയാണ് അവർ പോരാടുന്നത്. ദേ ആർ ഫൈറ്റിംഗ് ഫോർ വാട്ട് ദേ കൺസിഡർ ഇസ് ദിയർ റിലിജൻ ആൻഡ് ഇൻ ദ മാനർ ദേ കൺസിഡർ ഇസ് റിലീജിയസ്. മതപരമായ ഒരു കാര്യത്തിന് വേണ്ടിയും, മതപരമായ കാര്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ്. അപ്പോൾ ഈ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെയാണ് ഈ അറബിയിൽ ജിഹാദ് എന്ന് പറയുന്നത്. The vast majority of them have nothing personal to gain by continuing the resistance. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് ഇത് തുടരുന്നതിൽ, അവർക്ക് ഈ ഒരു പോരാട്ടം തുടരുന്നതിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. Their sin is not of deliberation,
but ignorance. Their sin is not of deliberation, but of ignorance. അവരുടെ തെറ്റ് കരുതിക്കൂട്ടി ചെയ്യുന്ന കാര്യത്തിനല്ല, ആ ഡെലിബറേഷൻ അല്ല അവരുടെ തെറ്റ്, മറിച്ച് കണ്ടിന്യൂയിങ് ദ റെസിസ്റ്റൻസ്, ഈ പോരാട്ടം തുടരുന്നതിലാണ്. അല്ലാതെ അവരുടെ ധീരതയ്ക്കോ അവരുടെ എന്താ പറയുക ഉദ്ദേശശുദ്ധിക്കോ ഒന്നും ഒരു കുഴപ്പമില്ലെന്നാണ് ഗാന്ധി പറയുന്നത്. Their sin is not of deliberation but ignorance. വിവരമില്ലായ്മയാണ് അവരുടെ കുഴപ്പം. If we permit the extermination of such a brave people, ഇങ്ങനെയുള്ള ഒരു ധീര ജനതയുടെ ഉന്മൂലനത്തിന് നമ്മൾ ഉന്മൂലനത്തെ അനുവദിച്ചു കൊടുത്താൽ, if we permit the extermination of such a brave people, it will be remembered against us and will be accounted as Indian cowardice. അവരുടെ ഉന്മൂലനത്തിന് നമ്മൾ അനുമതി കൊടുത്താൽ, അതായത് ഈ ജിഹാദികളുടെ ഈ ധൈര്യവും ഇവരുടെ ഈ പോരാട്ട അവരുടെ ധർമ്മയുദ്ധത്തിനും ഒക്കെ നമ്മൾ അത് ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ അനുമതി കൊടുത്താൽ, നമ്മൾ അനുവദിച്ചാൽ, ഇറ്റ് വിൽ ബി റിമെമ്പേർഡ്. അത് വരുംകാലങ്ങളിൽ അതിനെ പൊതുജനം നോക്കിക്കാണുന്നത് നമ്മളുടെ കവഡിസായിട്ടാണ് കാണുന്നത്, നമ്മുടെ ഭീരുത്വമായിട്ട് മാത്രമേ വരും തലമുറ അതിനെ തിരിച്ചറിയൂ. എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല കേട്ടോ, ഉള്ളത് പറഞ്ഞ്. എങ്ങനെയാണ് ഈ ഇസ്ലാമിസ്റ്റുകളെയും ജിഹാദികളെയും എതിർക്കുന്നതിന് അസാമാന്യമായിട്ടുള്ള ധൈര്യം വേണം, അങ്ങേയറ്റത്തെ ധീരത വേണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഗാന്ധി ഇതിനെ ഭാവി തലമുറ ഇതിനെ കവഡിസ് ആയിട്ട് കാണും, ഇതിനെ ഭീരുത്വമായിട്ട് കാണുമെന്ന് എത്രയൊക്കെ നമ്മൾ ആലോചിച്ചിട്ടും നമുക്കൊരു പിടി കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ഗാന്ധി പറഞ്ഞത്. നമുക്ക് എം കാരശ്ശേരി മാഷിൻ്റെ അതിന്റെ ഒന്നുകൂടെ അതിൽ കൂട്ടി പറയണമായിരുന്നു. നാഗ്പൂർ AICC സമ്മേളനത്തിൽ ഖിലാഫത്തിനെ ഇതുമായിട്ട് കൂട്ടിക്കൊടുക്കുന്നതിനെ എതിർത്ത ഏക കോൺഗ്രസ് നേതാവായിരുന്നു മുഹമ്മദ് അലി ജിന്ന കേട്ടോ. അതെ, അതും ഈ അവസരത്തിൽ പറയണം. മുഹമ്മദ് അലി ജിന്ന ഒരു വിധത്തിലും ഒരു ഇസ്ലാമിസ്റ്റ് ആയിരുന്നില്ല. അയാൾ ഒരു അവസരവാദിയായിരുന്നു, ഓപ്പർച്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷേ അയാളൊരു ഇസ്ലാമിസ്റ്റ് ആയിരുന്നില്ല. ഓപ്പർച്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ GCC രാജ്യങ്ങളിലുള്ള ഭരണാധികാരികളെ പോലെയുള്ള ഒരു ഓപ്പർച്യൂണിസ്റ്റ്, അത്രയേ ഉള്ളൂ. അല്ലാതെ മതത്തിനോടുള്ള വലിയ പ്രതിബദ്ധതയോ മതം സ്ഥാപിക്കണം, മത നിയമം കൊണ്ടുവരണം, നിലനിൽപ്പ്. ഓപ്പർച്യൂണിസ്റ്റുകൾ എങ്ങനെയാണ് സമ്പാദിക്കുക, സ്വന്തം കാര്യം നോക്കുക, കുടുംബത്തിൻ്റെ കാര്യം നോക്കുക, സമ്പത്ത് സംരക്ഷിക്കുക, കൺട്രോൾ നിലനിർത്തുക. കൺട്രോൾ നിലനിർത്താൻ വേണ്ടിയാണ് ജിന്ന ഈ കളി എല്ലാം കളിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങാം. ഗാന്ധിയെ തള്ളിപ്പറയുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ആർക്കാണ് ഗുണകരമായിട്ട് ഭവിക്കുക? വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളല്ലേ. എന്ത് യുക്തിയാണ് അതിൽ പ്രവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മതത്തെ ഞാൻ വിമർശിക്കുന്ന ഒരുത്തനാണ്, എനിക്ക് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ സംഗീതം ഹറാമാണ് എന്ന് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിയെയോ ഹുസൈൻ സലഫിയെയോ വിമർശിക്കും, ഞാൻ വിമർശിക്കും. പക്ഷേ ഈ മൗലവി മാത്രമല്ല ആ സമുദായത്തിലുള്ളത്, അതിന് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന മാപ്പിളപ്പാട്ട് എന്നൊരു പാരമ്പര്യമുണ്ട്. മോയിൻകുട്ടി വൈദ്യർ എന്നൊരു സംഗീതകാരൻ, സാഹിത്യകാരൻ ആ കൂട്ടത്തിലുണ്ട്. എത്രയോ പാട്ടുകാർ അവരുടെ ഇടയിലുണ്ട് എന്ന തിരിച്ചറിവ്. കാരണം മതം മാത്രമല്ല, അതിൻ്റെ വേദഗ്രന്ഥം മാത്രമല്ല, അതിന് ചുറ്റും രൂപം കൊണ്ടൊരു സംസ്കാരം കൂടിയുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണ്ടതാണ്. ഇപ്പോൾ സിനിമ ഹറാമാണെന്ന് അവരിപ്പോഴും പറയും. എല്ലാവരും സിനിമയ്ക്ക് പോവും, സിനിമ ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടുത്തെ 70mm തിയേറ്റർ എറണാകുളത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ചൈന തിയേറ്റർ ഉണ്ടാക്കിയ TK പരിക്കുട്ടിയാണ്. അദ്ദേഹമാണ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞ നീലക്കോയിലിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹമാണ്. പ്രേം നസീർ ഈ സമുദായത്തിൽ വരുന്ന ഒരാളാണ്, ഇന്നത്തെ മമ്മൂട്ടി എന്ന് വരുന്ന ഒരാളാണ്. ഇയാളുടെ വാദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇയാൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുക? ഇയാൾ ഈ സമുദായത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമുദായത്തെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അല്ലാതെ മതവിമർശനം അല്ല ഇയാൾ നടത്തുന്നത്. ഇസ്ലാമിനെ ഇയാൾ വിമർശിക്കുന്നില്ല. ഇസ്ലാമിനെ സ്പർശിക്കാതെ ഈ മുസ്ലിം സമുദായം എങ്ങനെയെങ്കിലും ഇവിടെ കഴിഞ്ഞു പോയിക്കോട്ടെ, ഇതാണ് എക്സ് മുസ്ലിംസും ചെയ്യുന്നത്. എക്സ് മുസ്ലിംസും ചെയ്യുന്നത് അയ്യോ നിങ്ങൾ നമ്മുടെ സമുദായത്തെ ഒന്നും ചെയ്യരുത്, ഈ സമുദായം ഈ മതമാണ് വിശ്വസിക്കുന്നത്, അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സമുദായത്തിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത് തീട്ട മതമാണ് എന്ന് സമുദായത്തിനോട് പറയണം, അത് ലോകത്തിനോട് വിളിച്ചു പറയണം, ബാക്കിയുള്ളവരെയും കൂടി ഇത് ബോധ്യപ്പെടുത്തണം.
ഇതൊരു ഡേഞ്ചറസ് ഐഡിയോളജി ആണെന്നുള്ളത് ബാക്കിയുള്ളവരെ നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തി ഈ നിങ്ങൾക്ക് സമൂഹത്തിനോട് പൊതുസമൂഹത്തിനോട് ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ ഇസ്ലാം എന്ന ഡേഞ്ചറിനെ കുറിച്ച് പൊതുസമൂഹത്തിനെ നിങ്ങൾ ബോധ്യപ്പെടുത്തും, അവരെ അറിയിക്കണം ഇതൊരു തീട്ട സാധനമാണെന്നുള്ളത്. അത് ചെയ്യാതെ നിങ്ങൾ അയ്യോ ഇവരെ ഒന്നും പറയല്ലേ, ഗാന്ധി മുസ്ലിങ്ങളെ പറ്റി നല്ലത് പറഞ്ഞു, മമ്മൂട്ടിയുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, APJ അബ്ദുൽ കലാമുണ്ട്, പ്രേം നസീറുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുമാതിരി ഈ മുടന്തൻ ന്യായങ്ങളാണിത്. ഇതൊന്നും ആരും എതിർക്കുന്നില്ല. അല്ല, സംഗീതം ഹറാമാണെന്ന് പറഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരി എതിർക്കുന്നു. പക്ഷെ മോയിൻകുട്ടി വൈദ്യര് സംഗീതം പ്രോത്സാഹിപ്പിച്ച ആളാണ്. MS ബാബുരാജ് അതുകൊണ്ട് എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അല്ല, കിളി പോയി, മാമാടെ കിളി മൊത്തം പോയിരിക്കുകയാണ്, മനസ്സിലായ? ദിലീപ് കുമാറായി തോന്നുന്ന ഒരാളാണ്. അപ്പൊ സിനിമ ഹറാമാണ് എന്ന് പറയുന്ന വാചകം ഒരു ഭാഗത്തും അവരുടെ സാമൂഹ്യ ജീവിതം വേറെ ഭാഗത്തും, ഈ തരത്തിൽ ഈ സാമൂഹ്യ ജീവിതത്തെ കൂടി ഉൾക്കൊള്ളുന്ന മട്ടിൽ, അതും കൂടി തിരിച്ചറിയുന്ന മട്ടിൽ, അല്ലെങ്കിൽ ആ വിമർശനത്തിന് ഒരു മൂല്യച്യുതി വരും, അതിനൊരു കനക്കുറവ് വരും. പിന്നെ ഞാൻ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഈ സംഭാഷണം, ഈ ഉദ്ഘാടന ഭാഷണം ചുരുക്കുകയാണ്. ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ഒരു നിലപാടിനെ, ഒരു പാർട്ടിയെ, ഒരു വ്യക്തിയെ വിമർശിക്കാൻ നമുക്ക് അർഹത, അധികാരം തരുന്ന എന്താണ്? ഞാൻ വിചാരിക്കുന്നു അവരോടുള്ള സ്നേഹമാണ്. സ്നേഹമില്ലാത്തതിനെ വിമർശിക്കുന്നതിന് ഒരർത്ഥമില്ല, ഒരു കാര്യമില്ല, നിരർത്ഥകാണത്. നിങ്ങളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി, നിങ്ങളുടെ ഈറ തീർക്കാൻ വേണ്ടി, നിങ്ങളുടെ പക തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കുത്തിപ്പറയാൻ വേണ്ടി ആണ് വിമർശിക്കുന്നതിൽ ഒന്നുമില്ല. അതിന് പ്രയോജനം ഉണ്ടാവില്ല, യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. ഇപ്പോൾ ബുഖാരി എഴുതിയ പുസ്തകത്തിൽ, സഹീൽ ബുഖാരി എന്നതിൻ്റെ പേര്, സഹീൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായിരുന്ന വാക്കിൻ്റെ അർത്ഥം. അതിൽ 3 ലക്ഷം നബിവചനങ്ങൾ ശേഖരിച്ചിട്ട് 7232 എണ്ണമാണ് അദ്ദേഹം ശരിയാണെന്ന് വെച്ച്. അതിൽ തന്നെ എത്രയോ അബദ്ധങ്ങളുണ്ട്. ആ എത്രയോ അബദ്ധങ്ങളുണ്ട് എന്ന് മലയാളത്തിൽ ആദ്യമായി തെളിയിച്ച ആൾ CN അഹമ്മദ് മൗലവിയാണ്. ബുഖാരിയുടെ പരിഭാഷയ്ക്ക് അദ്ദേഹം എഴുതിയ സുദീർഘമായ മുഖവരിയുണ്ട്. അതിലാണ് മലയാളത്തിലെ ഏറ്റവും നല്ല ഹദീസ് വിമർശനം വന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് അബദ്ധം പറ്റി. ഞാൻ ചെറിയ കാര്യം പറയും. അദ്ദേഹം ലോകപ്രശസ്തനായ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സമർക്കണ്ടിലെ രാജാവ് സ്വന്തം മകൻ മാമ അവിടെ അലിമാഷിരിപ്പുണ്ട്, അങ്ങനെ പറ്റിയും കൂടി 2 വാക്ക് പറ. മതം പഠിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ നിയമിച്ചു. എന്നിട്ട് അലിമാഷ് ഇസ്ലാമിക വിമർശനം തുടങ്ങിയ സമയത്ത് അങ്ങേര് ചെയ്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആദ്യം ചെയ്തത് എന്തായിരുന്നു വെച്ചാൽ, ഇവര് പറയാറില്ലേ ഖുറാനില് വർഷം എന്ന് 1 തവണയും മാസം എന്ന് 12 തവണയും ദിവസം എന്ന് 365 തവണയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ഖുറാന്റെ എഴുതിയ മാനുസ്ക്രിപ്റ്റ് അറബിക് എടുത്തിട്ട് എണ്ണി നോക്കിയത് ഓരോന്നായിട്ട്, എന്നിട്ട് അത് തെറ്റാണെന്ന് ഇത് ചെയ്തിട്ട് അങ്ങേരുടെ ആദ്യത്തെ ലേഖനമാണ് ഇത്, അബ്ദുൽ അലി മാഷ്. അതിനെപ്പറ്റി ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ട് അത് തെറ്റാണ്, അങ്ങനെയല്ലെന്ന് പറഞ്ഞു. അല്ല, ഇങ്ങേർക്ക് ഉള്ള മെയിൻ പ്രശ്നം ഇയാളൊന്നും വായിക്കാറില്ല കേട്ടോ. ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള അറിവ് മാത്രമേ കാരശ്ശേരിക്ക് ഇപ്പം ഈ ഒരു ഫാക്റ്റ്, ഈ ഒരു ഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഇന്നത്തെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം. കാരശ്ശേരി മാഷിനെ അറിഞ്ഞുകൂടാ. അതാണ് ഇവിടെ പറ്റിപ്പോയത്. അങ്ങേര് തപ്പിയിട്ട് കിട്ടിയില്ലെന്ന്. അങ്ങേര് എവിടെ പോയി തപ്പാൻ? ഇതിനെപ്പറ്റി ആരെങ്കിലും എഴുതിയാലല്ലേ ഇത് കിട്ടൂ. അങ്ങനെ ആരും എഴുതിയിട്ടില്ല. പക്ഷേ ഒറിജിനൽ സോഴ്സ് മെറ്റീരിയൽ പോയി നോക്കാനും അത് സെർച്ച് ചെയ്യാനും അത് റിഫൈൻ ചെയ്ത് ഫിൽട്ടർ ഔട്ട് ചെയ്യാനൊന്നും ഇങ്ങനെയൊക്കെ അറിയില്ല. ഇയാളൊരു ഓൾഡ് സ്കൂൾ എന്ന് പോലും പറയാൻ പാടില്ല. കാരണം ഓൾഡ് സ്കൂൾ പണ്ഡിതന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2002 ഞാൻ ആദ്യമായിട്ട് ഗാന്ധി സർ പരിചയപ്പെടുന്നത്. 2002 ഞാനിന്ന് യൂറോപ്പിലായിരുന്നു. അപ്പോൾ അന്ന് ഈ 23 PDF ഫയലുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഞാൻ സെർച്ച് ചെയ്താണ് ഞാൻ പഠിച്ചത്. ഞാൻ ഗാന്ധിയെപ്പറ്റി പഠിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനൊരു ലേഖനം എഴുതി, ഇങ്ങനെ നമുക്ക് മഹാത്മാഗാന്ധി എന്ന് വിളിക്കാൻ ഒക്കില്ല എന്ന്. കാരണം ഇയാൾ എന്ത് കണക്കിനാണ് മഹാത്മാവാകുന്നത്? ഈ പെണ്ണുങ്ങൾ കൊച്ചു പെൺപിള്ളേരെ കൂടെ കിടന്ന് ഉറങ്ങുകയും ഈ വാക്സിനേഷനെതിരെ സംസാരിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുറകോട്ട് വലിച്ച മനുഷ്യനാണെന്ന് ഞാൻ 2-3 ലേഖനം എഴുതിയിട്ടുണ്ട്. ഞാൻ ആരും കാണൂല, കാരണം നമ്മളൊക്കെ പഴയ ഓൾഡ് സ്കൂളാണല്ലോ. ബ്ലോഗിലാണ് അതൊക്കെ എഴുതിയത്. അപ്പോൾ അതിന് ആ ലേഖനം വന്നതിന് ശേഷം ഒരുപാട് വേറെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എഴുതിയത് വായിച്ചിട്ടാണെന്നല്ല ഈ പറയുന്നത്. പക്ഷേ ഒരുപാട് പേര് റിസർച്ച് ചെയ്തിട്ട് ഈ മെറ്റീരിയൽ അവിടെ കിടപ്പുണ്ട്. ഗാന്ധി സർവ് എന്ന് പറഞ്ഞ് ഇപ്പോഴും ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്ന
ഒരു ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ഡേറ്റ ബേസാണ്. അപ്പോൾ അതിൽ പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് പോയി പഠിക്കാം. അത് ഇങ്ങേർക്ക് എന്ത് അറിഞ്ഞുകൂടാത്തത്? അയാൾക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഈസ് ടെക്നോളജിക്കലി ഇല്ലിറ്ററേറ്റ്. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇയാളെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. ഈസ് നോട്ട് അയാൾ നല്ലൊരു പ്രാസംഗികനാണ്. അയാളുടെ കഴിവിനനുസരിച്ച് പഴയ കാലത്ത് ഇസ്ലാമിനെ എന്തുമാത്രം വിമർശിക്കാൻ പറ്റുമോ ആ രീതിയിൽ അയാൾ ഈ ഇസ്ലാമിനെ വിമർശിക്കാനായിട്ട് പഠിക്കാതെ വിമർശിച്ചിട്ടുണ്ട്. ഹദീസും ഖുറാനും വായിക്കാതെ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്. അതൊരു അബദ്ധമാണ് ചെയ്യുന്നത്. കാര്യം നമ്മളെപ്പോഴും ഒരു വിഷയം പഠിച്ചതിന് ശേഷം വിവർത്തനവും അതിനുള്ള ടൂൾസൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ അതിനെ വിമർശിക്കാൻ. അല്ലാതെ ചുമ്മാ ഈ മറ്റേ സമുദായം വഴിതെറ്റിപ്പോകുമല്ലോ എന്ന് കരുതി ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ ഒന്നും പഠിക്കരുത്. അതാണ് പുള്ളി ചെയ്തത്. ആൻഡ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഇയാളെ ഇങ്ങനെ ആൾക്കാർ തേക്കുന്നത് അത് കാണുമ്പോൾ ഇത്തിരി സങ്കടമുണ്ട്. കാര്യം ഒരുപാട് ഒരു സമയം പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്ത ആളാണ്. ഇയാളുടെ പ്രസംഗമൊക്കെ കാസറ്റിൽ കേട്ടിട്ടുണ്ട് ഞാൻ. ബട്ട് ഇപ്പോൾ വന്ന് പുള്ളി വിളിച്ച് പറയുന്നതൊക്കെ അതും നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വിഷയം. ഗാന്ധിയെപ്പറ്റി ഇനിയിപ്പോൾ പഠിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. അത്രമാത്രം മെറ്റീരിയൽസ് ഗാന്ധിയെപ്പറ്റി അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട്. ഇറ്റ്സ് നോട്ട് ഈവൻ പെയ്ഡ്, ഇറ്റ്സ് എ ഫ്രീ സർവീസ്. എന്നിട്ടും ഇയാൾക്ക് തപ്പിയിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പയ്യന്മാർ പോയി ഇതാ തപ്പി വലിച്ച് വാരി കീറി കൂടെ തേച്ചൊട്ടിച്ചിരിക്കണം. എത്ര പോസ്റ്റുകൾ വന്നു, ഒരുപാട് പോസ്റ്റുകൾ വന്നു. അല്ല, അങ്ങനെ തിരിച്ചാൽ കൊള്ളാം. അയാൾ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞാണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർന്ന്. ആരും പിന്നെ അങ്ങേ അടുത്ത് പോയി സംസാരിക്കാനോ പിടിക്കാനോ പറയാനോ പോവില്ല. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളത്. ലൈവായിട്ട് വന്നത് ഈ ഒരു കാര്യം അവതരിപ്പിക്കാനാണ്. കുറേ എഡിറ്റ്സും കട്ട്സും ഒക്കെ വരും. കാരണം ഇത് സ്ക്രീനിൽ കാണിക്കാൻ ഇത്തിരി വൈകും. നിങ്ങളൊന്ന് ഫോർവേഡ് ചെയ്ത് കാണുക. എനിക്ക് മൊത്തത്തിൽ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നുള്ള സൗകര്യമില്ല. സൗകര്യമല്ല, സമയമില്ല. താങ്ക് യു. ഞാൻ ലൈവ് എൻഡ് ചെയ്യണം. ലെറ്റ്സ് റോൾ ദി ഔട്ട്രോ.